ഹരി ശ്രീ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ സെറ്റ് സാരിയെല്ലാം ഉടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാന്ന്. നിങ്ങളെല്ലാരും കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്, നിച്ചൂട്ടിനെ ഹരിശ്രീ എഴുതിച്ചോ, എപ്പാന്ന് എഴുത്തിന് ഇരുത്തുന്നതെന്നല്ല. അപ്പൊ ഇന്നാണ് നിച്ചൂട്ടിനെ എഴുത്തിന് ഇരുത്തുന്നത്. നമ്മുടെ പള്ളിക്കുന്നുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളെല്ലാരും രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങാന്ന്. നിച്ചൂട്ടി ഇതാ അമ്പോ, ഇതാരാണ് സുന്ദരി? പട്ടുപാവാടയെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. നിച്ചൂട്ടിക്ക് ഒരു ആനിയന്റെ ഗിഫ്റ്റ് ആണ് ഈ പട്ടുപാവാട. വിസ്മയ ബേബി കളക്ഷൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ശ്രുതി അയച്ചു തന്നെയാണ് നിച്ചൂട്ടിന്റെ പട്ടുപാവാട. അല്ലേ എഴുത്തിനിരുത്താണല്ലേ സുന്ദരിമണി? പോവാ നമുക്ക്. രാവിലെ എണീപ്പിച്ചതിന്റെ മൂടില്ലായ്മയാണ്. അപ്പൊ നമ്മള് വേഗം ഇറങ്ങട്ടെ കേട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പട്ടുപാവാട കാണാൻ വേണ്ടിയിട്ട്. നിച്ചൂട്ടി ഇതുവരെ ഇട്ട എല്ലാ പട്ടുപാവാടയും, കഴിഞ്ഞ വിഷുവിനിട്ടതും അതിൻ്റെ മുന്നത്തെ വിഷുവിനിട്ടതും എല്ലാം ഈ വിസ്മയ ബേബി ഡ്രസ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചത് ഞാൻ ശ്രുതി. അടിപൊളിയാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷുവിൻ്റെ സമയത്തൊക്കെ പട്ടുപാവാട വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആയല്ലോ. അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. നിച്ചുവിന് പിന്നെ നമ്മളെ പാൻറ്റും കുപ്പായും അല്ലാണ്ട് വേറെ എന്തിടുമ്പോൾ ഇതാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചിന്, അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിന്. എന്നാലും കുപ്പായ ഇടാൻ കുറച്ച് വാശി കളിച്ച് ലാസ്റ്റ് ഇടിച്ച്. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ അമ്പലത്തിലേക്ക് പോവാൻ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അച്ഛൻ തലേദിവസം പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അതിനവിടെ എപ്പാന്ന് വരണ്ടേ എങ്ങനെയാണെന്നെല്ലാം. അപ്പോഴാണ് അടുത്ത ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഗ്യാപ്പുണ്ട് ഉത്സവമായതുകൊണ്ട് എന്നെല്ലാം പറഞ്ഞേ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചാണ് ഇന്ന് എഴുതിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ 8:30 ആകുമ്പോൾ എത്തിക്കോന്നാണ് പറഞ്ഞത്. 9:30 വരെയാണ് ഈ എഴുത്തിനിരുത്തുന്ന സമയം. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചു. ആദ്യം തന്നെ തേങ്ങ ഉടക്കാൻ പറഞ്ഞു, പിന്നെ ഒരു നെയ്യ് വിളക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ എഴുത്തിനിരുത്തുന്ന അവിടത്തേക്ക് പോയി. കുറേ കുഞ്ഞുമക്കൾ ഉണ്ടായിന് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സമയം എനിക്ക് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് അധികം പേര് ഇന്ന് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അവിടെ ഒരു വിദ്യാപീഠം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വിളക്കെല്ലാം വെച്ച് പഴവും അരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് എഴുതിക്കുക. തലയിൽ വെച്ചാൽ തേങ്ങരിക്കും, നിലത്ത് വെച്ചാൽ കുടുംബിക്കുന്നല്ലേ പറയാം. അങ്ങനെയാണോ? നമുക്ക് ലേശം കുടികളുണ്ട് മുകളിൽ. ഓരോ കുഞ്ഞുമക്കളെയും നല്ല കംഫർട്ട് ആക്കിയിട്ടാണ് കേട്ടോ അവർ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരെന്താ പറയാന്ന് എനിക്കറിയില്ല. അമ്പലത്തിലെ ശാന്തിയോ അല്ലെ എഴുത്തച്ഛനോ എന്നാ പറയാന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ലേ. കുഞ്ഞുമക്കളോട് കുറേ വർത്താനെല്ലാം പറഞ്ഞ് അവരെ മൂടെല്ലാം ഒന്ന് സെറ്റാക്കിയ ശേഷമാണ് അവരെ മടിയിലിരുത്തുന്നത്. അവരെന്നെ പറയുന്നുണ്ട് കുഞ്ഞുമക്കൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, എന്തായാലും അത്ര കംഫർട്ട് ആയിരിക്കൂലല്ലോ എന്നുള്ളേ. അപ്പോൾ ഫസ്റ്റ് പോയ വാവേനെ ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഈശ്വര, ഇനി അത് നിച്ചു അത് കണ്ടിട്ട് എനിക്ക് അറിയാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിലേ നിച്ചുവിന് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയല്ല, നിച്ചുട്ടി അടിപൊളിയാണ്, ഗുഡ് ഗേളാണ്, അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഭാഗ്യത്തിന് ബാക്കി വന്ന 2-3 കുഞ്ഞുമക്കൾ നല്ല അടിപൊളിയായിട്ട് അതെല്ലാം കണ്ടപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസമായി. നിച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിച്ചുവിന് ഉറക്കത്തിൻ്റെ ചെറിയൊരു ചടവുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കൂടി രാവിലെ എണീച്ച് കുളിച്ച് ആ മൊത്തം റുട്ടീൻ അങ്ങ് മാറിയില്ലേ. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ചടവുണ്ടായിന്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഹാൻഡിൽ ചെയ്തു നല്ലോണം. നമുക്ക് 6ാമത്തെ ടോക്കണായിരുന്നു കിട്ടിയിട്ടുണ്ടായേ. 6ാമതാണ് നമ്മൾ എഴുതിയത്. പിന്നെ ഫസ്റ്റ് വന്ന കുഞ്ഞ് കരഞ്ഞിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. കുഞ്ഞ് പറഞ്ഞു കുറച്ചാൾ കാണട്ടെ, കുറച്ചാളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മടിയിലിരുന്ന് എഴുതുന്നത് കാണട്ടെ, അപ്പോൾ കുറച്ച് ധൈര്യം വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിച്ചൂട്ടീനെ വിളിച്ചു. നിച്ചൂട്ടി ഇതാ ഹരിശ്രീ കുറിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. ചെറിയൊരു എക്കശക്കെല്ലാം ഉണ്ട് മുഖത്ത്. പിന്നെ ഞാൻ പറഞ്ഞ് പാമ്പർ ചെയ്ത് വെച്ചോണ്ട് ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ നിൽക്കുകയെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നതിലുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന തന്നെ വലിയ കാര്യം. നിച്ചു അങ്ങനെ തീരെ മിങ്കിൾ ചെയ്യില്ലല്ലോ സാധാരണ. അവിടെ ഞാനുമായിട്ടന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ടായി നിൽക്കുമോന്ന്. അപ്പോൾ ഏതായാലും നിന്നിട്ടുണ്ട്. ബാക്കി മടിയിൽ ഇരിക്കുമോ എന്നുള്ളത് എനിക്ക് മുന്നേ സംശയം ഉണ്ടായിന്. എന്തായാലും അറിയാത്ത ആളല്ലേ, അങ്ങനെ മടിയിലിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്. നമുക്ക് എഴുതിട്ട് വേണ്ട കേട്ടോ. എന്തോ സംഗതി
ഇത് ഹരി ഹരി ശ്രീ ഗാ നാ ആ ഹാ ഏ നാ ഹരി 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 പറഞ്ഞോളെ ഹരി എഴുതി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കിയാൽ മതി ഹരി പറഞ്ഞ അപ്പൊ ശൃംഗാരം കുറിച്ച് അധികമാവും അല്ലേ അതല്ലേ നവരസങ്ങളിൽ ഏറ്റവും ഉത്ഭവപ്പെട്ടത് ശൃംഗാരം ശൃംഗാരം കരണം നീലം രൗദ്രം ഹാസ്യം ഭയാനകം അപ്പോ ഹരി വിശേഷിച്ചാ പറയണേ എന്താ പറയാ ഹരി എന്നല്ലേ അന്ന് പറഞ്ഞേ കേട്ടിട്ട് അങ്ങനെ നമ്മുടെ നിച്ചൂട്ടി ഹരിശ്രീ എഴുതി കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മടിയിൽ ഇരുന്നിട്ടില്ല. എന്നാലും സാരല്ല, അത് എഴുതിയല്ലോ, ആ ചടങ്ങ് എന്തായാലും കഴിഞ്ഞല്ലോ. നേരത്തെ പോലെ ഫസ്റ്റ് തീരെ കൂട്ടാക്കാൻ നിൽക്കുമെന്ന് പേടിച്ചിട്ടുണ്ടായിനി. നിച്ചൂട്ടി എഴുതിയ ശേഷം ആ ഫസ്റ്റത്തെ വാവ എഴുതിയിട്ടാ. അപ്പോൾ കുറച്ച് പേരെ കാണുമ്പം കുറച്ച് ഒന്ന് മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്ന് സംഭവം എന്നെല്ലാം. കുഞ്ഞു മക്കൾക്ക് അങ്ങനെ തന്നെയല്ലേ, തീരെ പരിചയമില്ലാത്തൊരു അന്തരീക്ഷവും അതുമല്ല ആകുമ്പോൾ ചില പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില പിള്ളേർ വേഗം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒന്ന് രണ്ട് കുഞ്ഞു മക്കൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ. നടന്നു പോയി കൂളായിട്ട് ഹരിശ്രീ ഗണപതായ നമഃ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ എഴുതി. നല്ല കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള പിള്ളേരായിരിക്കും അത്. അപ്പം ചില ഓരോ മക്കൾ ഓരോ ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ സാരല്ല. എന്തായാലും ആ ചടങ്ങ് നല്ല രീതിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവണേ. ഇല്ലെങ്കിൽ അതുകൊണ്ട് വണ്ണാർക്കിട്ടാലും വേണ്ടാവും പറഞ്ഞില്ല. ആ നാണയത്തിന് പ്രാധാന്യം കൂടുതൽ. അപ്പൊ എല്ലാവരും അതിലെഴുതിയാ ഗുഗ്കളായിട്ട് എഴുതിനല്ലേ, ഗുഗ്കളായി കേട്ടാ. ഇനി ഒന്ന് വലം വെച്ച് മുന്നിൽ ഒന്ന് നമസ്കരിച്ചിട്ട് നമുക്ക് പായസത്തിന് റെസിറ്റ് മുറിച്ചിട്ടുണ്ടായിന്. ആ പായസവും വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത്രയാണ് ചടങ്ങുകൾ. അത്യാവശ്യം വലിയ അമ്പലമാണ് കേട്ടോ ഇത്. നിങ്ങൾ പോയിട്ടുണ്ടോ? കണ്ണൂർ എല്ലാവരെല്ലാം പള്ളിക്കുന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ അരിയിൽ എഴുതിപ്പിച്ച ആ അരി നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഇനി 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ എഴുതിക്കണം. അത് കഴിഞ്ഞിട്ട് ആ അരി കൊണ്ട് പായസം വെച്ചിട്ട് വവക്ക് കൊടുക്കണം. അത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പഴവും അതുപോലെ തന്നെ ത്രിമധുരവും തന്നിട്ടുണ്ടായിനി. അത് പുറത്തിറങ്ങിയ ശേഷം വവക്ക് കഴിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ദേവീൻ്റെ മുഖം ഇങ്ങനെ എന്ത് രസമാണെന്ന് അറിയാം. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ തെളിഞ്ഞിട്ടുള്ള, നമുക്ക് അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്ക് സൂം ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടാ. പക്ഷേ എനിക്ക് ഈ അമ്പലത്തിൽ പോയിട്ട് ഭയങ്കര എന്തൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു ഇന്ന് പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിരുന്നിട്ട് അവിടെ ഒരു ആ തറയിൽ ഇരുന്നിട്ട് കണിക്കൊന്നും വരാൻ തോന്നുന്നത് അതിൻ്റെ അവിടെ ഇരുന്നിട്ട് നിച്ചൂട്ടിക്ക് ത്രിമധുരം കൊടുക്കുക എന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്നേ. നമ്മൾ ഓരോ ദോശയെങ്കിലും കഴിച്ചിന്, നല്ല വിശക്കൊന്നും ഉണ്ടാവും. അപ്പോൾ ത്രിമധുരം കഴിച്ച് ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അരിയിൽ എഴുതിയപ്പം. ആ പഴവും എല്ലാം കഴിച്ചു അവിടെ നിന്ന്. ഇച്ചുനാണ് തന്നത്. ഇച്ചു അല്ല അരിയിൽ എഴുതിയത്, അതുകൊണ്ട് ഇച്ചുവിന് തന്നത്. ഇതൊപ്പരം വെച്ചുകൂടാന്ന് പറഞ്ഞ നിങ്ങളെ വാവകളെല്ലാം ഇടുന്നാന്ന് അരിയിൽ എഴുതിച്ചേ? മൂകാംബിക കൊല്ലൂർ പോയിട്ടുണ്ടായിരുന്നോ അല്ല വീട്ടിൻ്റെ അടുത്തു നിന്നുള്ള അമ്പലത്തിൽ നിന്നാണോ എവിടെ നിന്നാണ് എഴുതിച്ചേന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മാളൂട്ടീനെ എഴുതിക്കാൻ വേണ്ടിയിട്ട് കൊല്ലൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അന്ന് മാളൂട്ടീനെ എഴുതിക്കാൻ പോയത്. അപ്പം നമ്മൾ ഈ ഫാമിലി എല്ലാവരും, ഞാനും അച്ഛനും അമ്മയും ഏട്ടനും അഗിയേട്ടനും അതുപോലെ ഏച്ചിയും പ്രമോട്ടനും പിള്ളേരും എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായേ. അമ്മ അങ്ങനെ അരിയിൽ എഴുതിച്ചല്ലേ നിച്ചൂട്ടിന്റെ ഓരോ ഇങ്ങനെ ഇത് കാണുമ്പോ നമ്മള് നിച്ചൂട്ടി വലുതായി എന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് അമ്മയുടെ വെയിൽ അങ്ങോട്ടേക്ക് വലിയ മോളായി. നിച്ചൂട്ടി അരിയിലെല്ലാം എഴുതിയല്ലേ? ഇപ്പറമ്പ അരിയിലെല്ലാം എഴുതി അല്ലേ കണ്ണ? വലിയ മോളായി സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ?
ഹരിശ്രീ പറഞ്ഞാ ഇതെല്ലാം ഓരോരോ മൈൽ സ്റ്റോൺ അല്ലേ, ഓരോ ഇങ്ങനെ ഓരോ സ്റ്റേജും. 28 പിന്നെ ചോറൂണ്, അരിയിൽ എഴുതല്, ബർത്ത്ഡേ. നിച്ചൂട്ടി പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മുതൽ ഇപ്പം വരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നവരുണ്ട് നിച്ചൂട്ടിന്റെ ഓരോ വളർച്ചയും. നിച്ചൂട്ടാ എല്ലാരും ചോദിക്കാറില്ല നമ്മളെ. എല്ലാരും അരിയിൽ എഴുതിച്ചോ കൊറേ കമന്റ്സ് എപ്പം വരലുണ്ട്. എന്തായാലും എഴുതിക്കണേ എന്നെല്ലാം പറഞ്ഞിട്ട് അതായി അവരെ ആഗ്രഹം സാധിച്ചു. എല്ലാത്തിനും ഓരോ സമയം ഉണ്ടല്ലോ, ഇന്നാന്ന് ആ സമയം. ആന്റിമാരെല്ലാം പറഞ്ഞിട്ടില്ലേ മോളോട് അരിയിൽ എഴുതാൻ? എഴുതിയല്ലേ? എഴുതിയല്ലേ? ആന്റിമാരോട് പറ. ഞാൻ സൂപ്പർ ആയിട്ട് എഴുതിനി പറ അമ്മ. അപ്പൊ ഇന്ന് നമ്മള് നേരെ വീട്ടിലേക്ക് പോട്ടെ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയേ. എന്തോ ഒരു നല്ല സന്തോഷം. കുറെ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ വൈകി പോയതാ. പിന്നെ ഏതായാലും ഏപ്രിൽ 10 നിച്ചുവിന്റെ ബർത്ത്ഡേ ആണല്ലോ, അതിന് മുന്നേ ആയിട്ട് അങ്ങനെ എഴുതിക്കാന്ന് വെച്ചിട്ടാണ്. വേറെ ആർക്കും വരാൻ പറ്റിയിട്ടില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ലീവും ഇല്ല. പിന്നെ അമ്മ ബോംബെ പോയി, അതിന്റെ ഇടയിൽ അങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ വൈകിയതാണ്. പിന്നെ ഇന്നലെ നമ്മള് വിളിച്ചു ചോദിച്ചതാണ് അമ്പലത്തിലേക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എഴുതിക്കാന്നുള്ള രീതിക്ക്. അപ്പോഴേക്ക് നാളെ മുതൽ അവിടെ ഉത്സവം തുടങ്ങുവാണ്. അപ്പം ഈ മാസം പറ്റില്ല, അടുത്ത മാസമേ ഇനി പറ്റുള്ളൂ. അപ്പൊ പിന്നെ ആയില്ലേ ഏപ്രില്. അപ്പൊ പറഞ്ഞു എന്നാൽ ഇന്ന് തന്നെ എഴുതിയേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്ന് എഴുതാന്നുള്ളത്. അപ്പൊ ഇവിടെ ഇന്ന് തന്നെ പറ്റിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. നമ്മുടെ ഇവിടെ മൂകാംബിക ക്ഷേത്രം ഉള്ളതുകൊണ്ട് അടുത്ത് തന്നെ എഴുതാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ല. എന്നാലും കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് അതൊന്ന് കുറച്ച് കുഞ്ഞുമക്കളെല്ലാം ഉണ്ടായിനി. എന്നാലും നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷവും ആ ഒരു അമ്പലത്തിൽ പോയാൽ നമുക്ക് പ്രത്യേക വൈബായിരിക്കൂലേ. അതുകൊണ്ട് മനസ്സിന് നല്ലൊരു കുളിർമയുണ്ട്. രാവിലെ തന്നെ കുളിച്ച അമ്പലത്തിലെല്ലാം പോയി വന്ന ആ ഒരു ഫീലുണ്ട്. മോളും വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് പേടി ഉണ്ടായിരുന്നു. നല്ലോണം ഇങ്ങനെ വേറെ ആൾക്കാരെല്ലാം കാണുമ്പോൾ കുറച്ചിങ്ങനെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അധികം മിങ്കിൾ ചെയ്യാൻ പെട്ടെന്ന് അങ്ങനെ മിങ്കിൾ ആവൂല. അപ്പൊ അവിടെ നിൽക്കൂലയോ കരിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയതുകൊണ്ട് നല്ല മോളായിട്ട് ഇരുന്നിട്ടില്ല. എന്നാലും അവിടെ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിന്. അപ്പം രാവിലെ തന്നെ സാരിയെല്ലാം എടുത്ത് പോയി. ഞാൻ അന്ന് പറശ്ശിനി പോകുമ്പോൾ സാരി ഉടുക്കാനിട്ട് കുറേ ആള് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അതിന് സാരി ഉടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അതുകൊണ്ട് സാരിയെല്ലാം ഉടുത്തിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. അപ്പൊ എല്ലാവരും നിച്ചുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് അറിയാം എന്തായാലും. എന്നാലും എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹം എല്ലാം നിച്ചുട്ടിന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് നിച്ചുട്ടിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചടങ്ങല്ലേ ഇത്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. എല്ലാ ഹാപ്പി മൊമെന്റ്സും നിച്ചുട്ടി വന്നതിന് ശേഷം എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളും നിച്ചുട്ടിന്റെ ഓരോ വളർച്ചയെല്ലാം കാണാൻ കാത്തിരിക്കാന്നറിയാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു നല്ലൊരു വ്ളോഗായാലും നമുക്ക് എന്നേക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ഇവിടെ ഇരിക്കട്ടെ എന്തായാലും. അപ്പം ഭയങ്കര സന്തോഷം. നിങ്ങളും ഒരുപാട് പേര്, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം കുറേ പേര് റിപ്ലൈ ആയിട്ട് ഓൾ ദി ബെസ്റ്റും ഏത് അമ്പലത്തിൽ നിന്ന് എങ്ങനെയാന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.